നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായും ആലപിച്ചതിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് CPM വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വന്ദേ മാതരം ചൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ തന്നെ സദസ്സിലും വേദിയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി വന്ദേ മാതരം മുഴങ്ങി തുടങ്ങിയപ്പോൾ ഗവർണർ ചാടി എഴുന്നേറ്റ് സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഗവർണർ നിന്നതുകൊണ്ട് തന്നെ ഗവർണറുടെ സെക്രട്ടറിമാരും രാജ്ഭവനിൽ വന്നിട്ടുള്ള എല്ലാവരും അങ്ങനെ നിന്നു. ഗവർണർ എഴുന്നേറ്റ് നിന്നതുകൊണ്ട് ബഹുമാന സൂചകമായി മറ്റുള്ളവർ വേദിയിലുണ്ടായിരുന്ന എല്ലാവരും നിന്നു. വന്ദേ മാതരം അത് മുഴുവനായും ചൊല്ലേണ്ടത് അത് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ അജണ്ടയാണ് എന്ന് ഘോരഘോരം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയും ഷാഫി പറമ്പിലും ഒക്കെ തന്നെ ഒരു മുറുമുറുപ്പോടുകൂടിയാണ് വേദിയിൽ നിന്നത് എന്ന് വ്യക്തമാകുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇത് ആദ്യമായല്ല. കഴിഞ്ഞ തവണ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ്നാട്ടിൽ പോയപ്പോഴും ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വന്ദേ മാതരം ചൊല്ലുന്ന 4 വരി മാത്രമല്ല, മറിച്ച് ആ മുഴുവൻ ഖണ്ഡികയും ചൊല്ലുന്നതിനോടുകൂടി പലരും എതിരഭിപ്രായമാണ് പറഞ്ഞത്. വന്ദേ മാതരം ചൊല്ലുന്നു, പിന്നെ ആണ് ഈ ഒരു ചടങ്ങ് ആരംഭിച്ചത്. അപ്പോൾ ഗവർണർ എഴുന്നേറ്റ് നിന്നതുകൊണ്ട് തന്നെ എല്ലാവരും, അതായത് വന്ദേ മാതരം ചൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ ധാർഷ്ട്യം പിടിച്ചവർ തന്നെയാണ് ഇപ്പോൾ അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്നത് എന്ന് വ്യക്തമാകുന്നു. എന്നാൽ CPM കുന്തക്കോലുകൊണ്ട് ഇളക്കുകയാണ്. റിയാസാണ് അതിലെ ആ ഇളക്കലിലെ പ്രധാന കണ്ണി. വന്ദേ മാതരത്തിലെ 6 ചരണങ്ങൾ പാടണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാലിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായി ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ആശങ്ക അറിയിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസാണ് രംഗത്തെത്തിയത്. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കുകയും ആലപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന വന്ദേ ഭാരതത്തിന്റെ ആദ്യ 2 ചരണങ്ങളാണ് തുടർന്ന് വരുന്ന ചില ഭാഗങ്ങൾ ചരിത്രപരമായ വിവാദങ്ങൾക്ക് ഇടയാക്കിയതും ആശങ്ക ഉയർത്തിയതുമാണെന്നും തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്റിൽ റിയാസ് വ്യക്തമാക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്ഭവന്റെ ഭാഗത്ത് നിന്നും വന്ന പല നിർദ്ദേശങ്ങളും തിരുത്താൻ കാണിച്ച ഇടപെടൽ വന്ദേ മാതരം മുഴുവനായും ചൊല്ലിയ വിഷയത്തിൽ ഉണ്ടാവണമായിരുന്നു എന്നാണ് റിയാസ് അഭിപ്രായപ്പെടുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര കാലത്തും വിവിധ സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം നിർബന്ധമാക്കിയതിനുള്ള ശ്രമങ്ങൾ വിവാദമായിരുന്നു. ചില സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും ഇത് നിർബന്ധമാക്കുന്നത് ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ മതനിരപേക്ഷതയെയും ബാധിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടിരുന്നതാണ് വ്യക്തമാകുന്നത്. സുപ്രീം കോടതിയുടെ സമീപകാല നിരീക്ഷണ പ്രകാരം വന്ദേ മാതരം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് ഒരു അഡ്വൈസറി മാത്രമാണ്. അത് നിർബന്ധമല്ല എന്നും അനുസരിക്കാത്തതിന് യാതൊരു ശിക്ഷാ നടപടിയും ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് റിയാസിന്റെ പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം മതനിരപേക്ഷതയും ബഹുമാനസ്വരതും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പൊതുബോധത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കാൻ പുതിയ സർക്കാർ ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥനയും കൂടി റിയാസ് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ഈ നിലപാട് പറച്ചിൽ ഇടതുപക്ഷ MLA എന്ന നിലയിൽ സർക്കാരിനെ തുടക്കത്തിലെ കണ്ണടച്ച് എതിർക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കരുത് എന്നും റിയാസ് കുറിച്ചു. പകരം വിഷയത്തിൽ ഭരണഘടന മുറുകെ പിടിച്ച് ഉയർത്തിയ മെറിറ്റിലേക്ക് കടക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും റിയാസ് പറയുകയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വന്ദേ മാതരം ഭരണഘടനാ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് എന്ന് V മുരളീധരൻ ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത് ചോദ്യം ചെയ്ത മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ വിമർശിച്ചുകൊണ്ടാണ് നിയുക്ത BJP നിയമസഭാ കക്ഷി നേതാവ് V മുരളീധരൻ വരുന്നത്. വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വന്ദേ മാതരത്തിന്റെ ഏത് ഭാഗമാണ് താങ്കളെ ആശങ്കപ്പെടുത്തുന്നതെന്നും ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വന്ദേ മാതരം ഭരണഘടനാ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് എന്നും V മുരളീധരൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. വന്ദേ മാതരത്തിന്റെ ചില വരികൾ വിവാദങ്ങൾക്ക് ഇടയാക്കുന്നതും ആശങ്ക ഉയർത്തുന്നതുമാണെന്ന് റിയാസ് കുറിച്ചിരുന്നു. വന്ദേ മാതരം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം സംസ്ഥാനത്ത് ഒരു അഡ്വൈസറി മാത്രമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും V മുരളീധരൻ ചുട്ട മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്.